അടുത്ത കാട്ടിൽ നിന്നൊരു സിംഹം എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അവനോട് യുദ്ധം ചെയ്യാൻ ഞാനൊരു ഗുസ്തിക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ യുദ്ധത്തിൽ ഗുസ്തിക്കാരന് ഒരു സഹായി വേണം. ശരു മതി. കേൾക്കട്ടെ, താനൊന്ന് അലറി നോക്ക്. ഇതേ നീർക്കോല് നെല്ലിക്ക കളിക്കുന്ന ശബ്ദമാ. വാ, അലർച്ച പഠിപ്പിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. പരമാവധി 3 കാര്യങ്ങളാണ് അലറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വായ പരമാവധി തുറക്കണം, കണ്ണുകൾ അടയ്ക്കണം. എന്നാലേ അലർച്ചയിൽ പരമാവധി ശ്രദ്ധ കിട്ടും. അലറുന്നതിന് മുമ്പ് പരമാവധി ശ്വാസം ഉള്ളിലെടുക്കണം. അലറുമ്പോൾ അത് പരമാവധി ശക്തിയിൽ പുറത്തേക്ക് വിടണം. പലതരത്തിൽ അലറിക്കൊണ്ട് ഇതെല്ലാം പരമാവധി കാണിക്കാം. ശ്രദ്ധിച്ചോളൂ. പരമാവധി ശ്രദ്ധിക്കാം. പരമാവധി കടുവ പറഞ്ഞു തന്ന കാര്യങ്ങൾ തനിക്ക് ശരിക്കും മനസ്സിലായോ? ആയി, പക്ഷെ മറക്കുമോന്നാ പേടി. അതിനൊരു വഴിയുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതേന്നേ, പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി മറ്റുള്ളവരെ പഠിപ്പിക്കലാ. എന്നാ പിന്നെ ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരാം. ആഹാ, കുറുക്കന്മാരെന്തിനാ അലറാൻ പഠിക്കുന്നത്? താൻ വേറെ വല്ലവരെ നോക്ക്. ശരി സൂത്ര, ഞാൻ പോകുന്ന വഴിക്ക് ഒരു അലർച്ച കേട്ടു. പരമാവധി ശ്വാസം എടുക്കാതെയാണ് അലർന്നതെന്ന് എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ചെന്ന് അങ്ങേർക്ക് അലറാൻ വിശദമായി പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച ഞാൻ പഠിപ്പിച്ചത് മൂപ്പർക്ക് വലിയ നാണക്കേടായി. നാണക്കേട് കാരണം ആ പാവ സ്ഥലം വിട്ടു. എടോ ദ്രോഹികളെ, സ്ഥലം വിട്ടതേ എന്റെ ഗുസ്തിക്കാരനാ.